നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. അടുത്ത ദിവസങ്ങളായി ഈ വ്യക്തിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. ഇത് നിങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. അതെ, ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് വായിക്കാനായി പോകുന്നത്. തീർത്തും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും മാലാഖമാര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അത് നിങ്ങളുമായി ഷെയർ ചെയ്യുമോ എന്നുള്ളതും അങ്ങനെ എല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ഏറ്റവും നന്നായി ലഭിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷപൂർവം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഊർജം ഇന്നത്തെ വായനയിൽ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയോ നേട്ടങ്ങളോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളോ സംഭവിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറെ നാളത്തെ പരിശ്രമങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ഒടുവിൽ നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതെന്തെങ്കിലും ഒരു പരീക്ഷാ ഫലമായിരിക്കാം, അത് പോസിറ്റീവായിട്ടുള്ള ഫലമായിരിക്കാം ലഭിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയതായി ഈ വ്യക്തി ഏറെ നാളായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നല്ലൊരു ജോലിയും വരുമാനവും ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗങ്ങളും ആയിരിക്കാം. ഇത്തരം ഊർജം നമുക്ക് വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർവികരുടെയും പ്രപഞ്ച ശക്തിയുടെയും നല്ല രീതിയിലുള്ള അനുഗ്രഹം ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രയത്നിച്ചിട്ടുള്ളത്, അത് നല്ല രീതിയിൽ തന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയാണ്, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു നേട്ടമാണ്, സാഹചര്യമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വളരെ പ്രധാനമായിട്ടും എടുത്തു കാണേണ്ട ഒരു ഊർജം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കുന്ന തലത്തിൽ എന്തോ ഒരു പ്രധാന നേട്ടം സംഭവിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ താല്പര്യപ്പെടുന്നത്. ഇവിടെ ഈ വ്യക്തി മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുവാനും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ പോസിറ്റീവായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തി വിചാരിച്ചത് ഈ ഒരു സാഹചര്യത്തോടു കൂടി ഈ വ്യക്തിയുടെ ജീവിതം അവസാനിച്ചുവെന്നും ഇനി ഒരു പുതിയ തുടക്കവും മാറ്റവും ഉണ്ടാവില്ല എന്നും യാതൊരു തരത്തിലുള്ള വഴിയും ഇനി തുറക്കപ്പെടില്ല എന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് മറികടന്നുകൊണ്ടാണ് പ്രപഞ്ചശക്തി പല പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം അഭിമാനപൂർവമായിട്ടുള്ള ഊർജം തന്നെയാണ്. അതുപോലെ തന്നെ ഒരിക്കലും മാറിപ്പോകില്ല എന്ന് വിചാരിച്ചിട്ടുള്ള തടസ്സങ്ങൾ പോലും സസൂക്ഷ്മം അത് ക്ഷണത്തിൽ തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇതിലൂടെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രണയിക്കണം എന്നുള്ള ചിന്താഗതി തന്നെയാണ്. കാരണം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യം നേടിയെടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഊർജം കൊണ്ടുവരണമെങ്കിൽ അത് തീർത്തും പ്രണയബന്ധം വിജയകരമായി കൊണ്ടുപോകണം എന്നുള്ള തിരിച്ചറിവിലേക്കാണ്
ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്നും നിങ്ങളുമായി ഒരുമിച്ച് പഴയതിനേക്കാളും കൂടുതൽ സന്തോഷകരമായും വിജയകരമായും മുന്നോട്ട് പോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഉയർന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. നിങ്ങളായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് ആയിക്കോട്ടെ, ഈ പ്രണയത്തെക്കുറിച്ച് ആയിക്കോട്ടെ, അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമായിക്കോട്ടെ, ഈ പ്രണയബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ആയിക്കോട്ടെ, ഈ വ്യക്തി വളരെയധികം ഉയർന്ന തലത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ഈ പേഴ്സൺ എപ്പോഴും ഉയർന്ന തലത്തിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ ആ തോൽവി സമ്മതിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന സ്വഭാവ പ്രകൃതം ഈ വ്യക്തിക്കില്ല. അത് നമുക്കിവിടെ തീർത്തും പോസിറ്റീവായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പലതരത്തിലും ഈ വ്യക്തി നിശബ്ദത പാലിച്ചുവെങ്കിൽ പോലും, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോലും ഒരുപക്ഷെ ഈ വ്യക്തി യാതൊരു തരത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് തന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അതൊന്നും തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടോ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യം വളരെയധികം പ്രതികൂല അവസ്ഥയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. പല കാര്യങ്ങളും ഈ വ്യക്തി ത്യജിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ വ്യക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ജീവിതം വഴിമുട്ടി നിന്നു പോയത് കൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ പൂർവികരുടെ അനുഗ്രഹവും അതുപോലെ പ്രധാനപ്പെട്ട ഊർജമായിട്ടുള്ള ഈ വ്യക്തിയുടെ കുടുംബ ദൈവമായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാളിന്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാള് സംബന്ധമായിട്ടുള്ള ദൈവത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വളരെയധികം മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തുകൊണ്ടോ വളരെയധികം ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി എന്ത് കാര്യം വിശ്വാസത്തോടു കൂടി ചെയ്താലും പ്രയത്നിച്ചാലും അതിന് ഫലം ലഭിക്കുന്ന, റിസൾട്ട് കിട്ടുന്ന ഒരു അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. ഇനി പ്രണയബന്ധത്തെ കുറിച്ചിട്ട് മാലാഖമാർക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പഴയ കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ നിന്നും കളയുക എന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മനസ്സിൽ നിന്നും മറന്നു കളയുവാനാണ് മാലാഖമാർ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പ്രണയബന്ധത്തിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായി അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത പങ്കിടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു സംഭാഷണം നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നന്നായി സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് മാലാഖമാര് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി പോസിറ്റീവായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പരിപോഷിപ്പിച്ചുകൊണ്ടും അതുപോലെ പ്രശംസിച്ചുകൊണ്ടുമായിരിക്കണം നിങ്ങളുടെ സംസാര ശൈലി ഉണ്ടാവേണ്ടത്. അതുപോലെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത് എന്നാണ്, അടുത്ത ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയോ ഒരു അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിലൂടെ തിരിച്ചറിയുവാനും, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം യാദൃശികമായി ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അനുഭവിക്കാനുമായി തയ്യാറാവുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, അതായത് മാലാഖമാര് പറയുന്നത്. അതുപോലെ ട്രസ്റ്റ് എന്ന് പറയുന്ന എനർജിയാണ് അടുത്തതായി ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൽ വിശ്വാസത്തോടു കൂടി തന്നെ, വളരെ കരുതലോടു കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് മാലാഖമാർ പറയുന്നത്. കാരണം ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൈവിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ പ്രയത്നം എന്ന് പറയുന്നത് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, മാറി നിൽക്കേണ്ട ആവശ്യമില്ല, ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്രണയത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യവും ഇല്ല. നിങ്ങളെല്ലാം അർഹിക്കപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുവാനായി സാധിക്കുമെന്ന് തന്നെയാണ് മാലാഖമാരും ഇന്നത്തെ പ്രധാനപ്പെട്ട ഊർജങ്ങളായ കാര്യത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വളരെ ക്ഷമയോട് കൂടി തന്നെ നിൽക്കാനാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയതായിട്ട് വരും. പക്ഷെ തീർത്തും അതെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട്
സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വിജയ മനസ്സോടു കൂടി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ താഴ്മയോട് കൂടിയും ക്ഷമയോട് കൂടിയും തന്നെ ഇരിക്കുക. ഇന്നത്തെ വായനയിൽ ഭൂമിയുടെ ഊർജമാണ് അധികമായി തന്നെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ വളരെയധികം ഉയർന്ന തലത്തിൽ എപ്പോഴും ഏതൊരു കാര്യത്തെയും നോക്കിക്കാണുവാൻ പഠിക്കുക. നേരെ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കിയും അല്ലെങ്കിൽ അതുമായി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിരീക്ഷിക്കുകയും തീരുമാനിക്കുകയും അല്ലെങ്കിൽ അതിന്റെ വിധി നടപ്പാക്കുകയും ചെയ്യരുത്. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ അതുമായി പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ഈ വ്യക്തിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു. ആ ഒരു വാർത്ത കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ പ്രണയബന്ധം ഇനി വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അത് നല്ലൊരു ശുഭവാർത്തയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തയായ വ്യക്തിയാണ് നീ. അതെ, നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്ന പ്രണയ സന്ദേശങ്ങൾ. അപ്പോൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ആത്മാർത്ഥ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനും അത് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വായന ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് അതിന്റെ മുഴുവനും വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.